മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയിലൂടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് എത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അതീവ രഹസ്യമായി പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ഇ.ഡി. സംഘം എത്തിയത്. പിണറായിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പാതിരിയാട് വില്ലേജ് ഓഫീസറിൽ നിന്നും ഇ.ഡി. സംഘം വിവരങ്ങൾ തേടി. വില്ലേജ് ഓഫീസർക്കൊപ്പമാണ് ഇ.ഡി. സംഘം പിണറായിയുടെ വീട്ടിലെത്തിയത്. അന്വേഷണ സംഘം വീട്ടിനുള്ളിലേക്ക് കയറിയില്ല. വീടിന് മുന്നിലുള്ള പുരയിടത്തിന്റെ ഫോട്ടോ പകർത്തി. പുറമേ നിന്നുള്ള പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങി. തൊട്ടു പിന്നാലെ സംഘം പിണറായി വില്ലേജിലെ എടക്കടവിലെത്തി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ചിത്രങ്ങളും പകർത്തി. ഭൂമിയുടെ സ്കെച്ച് പ്ലാൻ സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷിച്ചതെന്നാണ് വിവരം. 2 ഇ.ഡി. ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിനെത്തിയത്. പരിശോധന നടത്തിയത് എന്തിനാണ് എന്നത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഇ.ഡി. ഇതുവരെ നൽകിയിട്ടില്ല. ഇ.ഡി. സംഘം കണ്ണൂരിൽ തുടരുകയാണെന്നാണ് വിവരം. വീണയുടെയും പിണറായിയുടെയും സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് ഇ.ഡി. കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. CMRL പ്രതിനിധികൾ നൽകിയ മൊഴിയും വീണ നൽകിയ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഇ.ഡി. നേരത്തെ കണ്ടെത്തിയിരുന്നു. വീണയ്ക്ക് പിന്നാലെ പിണറായി വിജയന്റെ മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പണമിടപാടുകളും ഇ.ഡി. പരിശോധിച്ചു വരികയാണ്. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് വൻ തുകകൾ കൈമാറിയിട്ടുണ്ടോ എന്നാണ് ഇ.ഡി. പരിശോധിക്കുന്നത്. CMRL നിന്നും 2.78 കോടി രൂപ വീണയിലേക്കും എക്സലോജിക്കിലേക്കും എത്തിയതിന് എന്ത് സേവനം വീണ ചെയ്തു? CMRL നിന്നും ലഭിച്ച പണം വീണ എന്തു ചെയ്തു? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇ.ഡി. തേടുന്നത്. എന്നാൽ ഇതിന് രണ്ടിനും കൃത്യമായ മറുപടി നൽകാൻ വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സേവനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചെങ്കിലും വീണ അത് ഹാജരാക്കിയിട്ടില്ലെന്നാണ് വിവരം. റിയാസിന്റെ സ്വത്തും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനയ്ക്ക് ശേഷം റിയാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. വീണയുടെ പണമിടപാട് നടന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ്. അതുകൊണ്ട് തന്നെ വീണയുടെ പിതാവ് കൂടിയായ പിണറായി വിജയനിലേക്ക് അന്വേഷണം പോകുമെന്ന് ഇ.ഡി. വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഈ ഘട്ടത്തിലാണ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.